എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ 9-ാം വാർഡ് ക്ലബിന് അടുത്തുള്ള വിജയൻ എന്ന് പറയുന്ന ആളുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ ഒരു 4 പേരാണുള്ളത്. വിജയനും വിജയൻ്റെ മകൻ മോഹൻ, അവരുടെ 2 പിള്ളേരും എൻ്റെ പുറകെ നിൽപ്പുണ്ട്. ഇവർ 5ലും 1ലുമാണ് പഠിക്കുന്നത്. ഇവർ കഴിഞ്ഞ 2.5 മാസക്കാലമായിട്ട് ഇരുട്ടിൻ്റെ വെളിച്ചത്തിലാണ് പഠനം നടത്തുന്നത്. മെഴുകുതിരി കത്തിച്ചാണ്. അതിന് കാരണം പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ഇവർക്ക് പോസ്റ്റ് ഇടാനുള്ള സംവിധാനം അതിനുള്ള പേപ്പർ നൽകാത്തത് കൊണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ വാർത്തയിലേക്ക്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. കഴിഞ്ഞ 2.5 മാസക്കാലമായി ഇരുട്ടിൽ കഴിയേണ്ട ദുരവസ്ഥയാണ് വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് ക്ലബിന് സമീപം താമസിക്കുന്ന 2 വിദ്യാർത്ഥികൾ അടക്കമുള്ള 4 കുടുംബാംഗങ്ങൾക്ക് ഉള്ളത്. ഇതിന് കാരണമായി പറയുന്നത് ഇഞ്ചിക്കാട് മാനേജേഴ്സ് ക്ലബിലെ ജോലിക്കാരനായ വിജയൻ 2000-ൽ RBT കമ്പനി ഉടമ മണിശർമ്മയുടെ പക്കൽ നിന്നും 10 സെന്റ് സ്ഥലവും വീടും വാങ്ങിയിരുന്നു. കഴിഞ്ഞ 48 വർഷക്കാലമായി എസ്റ്റേറ്റ് മാനേജർ ക്ലബിലെ വാച്ചറായി ജോലി ചെയ്ത് വരികയാണ് വിജയൻ. ക്ലബിലേക്ക് വരുന്ന വൈദ്യുതി പോസ്റ്റിൽ നിന്നുമാണ് വിജയനും കുടുംബത്തിനും 2.5 മാസം മുൻപ് വരെ കറണ്ട് ലഭിച്ചിരുന്നത്. എന്നാൽ തടി കൊണ്ടുള്ള ഇലക്ട്രിക് പോസ്റ്റ് ആയതിനാൽ അത് കാലപ്പഴക്കത്താൽ ഒടിഞ്ഞു പോവുകയും മാറ്റേണ്ടി വരികയും ചെയ്തു. അതോടെ ക്ലബിലേക്കും തുടർന്ന് വിജയന്റെ വീട്ടിലേക്കും വരുന്ന വൈദ്യുതി നിലയ്ക്കുകയായിരുന്നു. വിജയന്റെ മകൻ മോഹൻ, ഇവരുടെ 2 മക്കൾ എന്നിവരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. 5ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും വിദ്യാർത്ഥികളായി പഠിക്കുന്ന കുട്ടികൾ പഠനം നടത്തണമെങ്കിൽ മെഴുകുതിരി വെളിച്ചത്തിൽ വേണം. என் பேர் ஹாசினி. நான் கார்டன் பப்ளிக் ஸ்கூலில் படிக்கிறேன். நான் 5ஆம் கிளாஸ் படிக்கிறேன். நாங்கள் ஸ்கூலுக்கு போயிட்டு சாயந்தரம் வரும்போது எங்கள் வீட்டில் கரண்ட் இல்லை. மெழுகுவத்திரி ஒத்து வச்சுட்டு தான் படிக்கிறோம். 2 மாதமாயிட்டு கரண்ட் இல்லை. மெழுகுவத்திரி வச்சு தான் படிக்கிறோம். പഠിക്കാൻ മുടിയല്ല, കണ്ണെല്ലാം പോയത്. ഇതോടൊപ്പം ഭക്ഷണം പാകം ചെയ്യാനോ കുടിവെള്ള ആവശ്യത്തിന് വെള്ളം എടുക്കാനോ ഒന്നിനും കഴിയാത്ത സ്ഥിതിയാണ് ഈ കുടുംബത്തിന് ഉള്ളത്. സംഭവത്തെ തുടർന്ന് KSEBയെ സമീപിച്ചപ്പോൾ പഞ്ചായത്ത് സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ്, ഓണർഷിപ്പ് തുടങ്ങിയ രേഖകളുമായി എത്തിയാൽ SC കുടുംബാംഗങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കറണ്ട് നൽകാനുള്ള ഏർപ്പാട് ചെയ്യാമെന്നാണ് അധികൃതർ പറഞ്ഞിരുന്നത്. ഇതനുസരിച്ച് വിജയൻ മുഴുവൻ രേഖകളും തയ്യാറാക്കി ഇതുമായി KSEBയിൽ എത്തി. അപേക്ഷ നൽകിയെങ്കിലും RBT കമ്പനി ഏറ്റെടുത്ത് നടത്തുന്ന പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് തങ്ങളുടെ സ്ഥലത്തിലൂടെ ഇലക്ട്രിക് പോസ്റ്റ് സ്ഥാപിക്കാൻ പാടില്ല എന്ന് കാണിച്ചുകൊണ്ട് നോട്ടീസ് അധികൃതർക്ക് നൽകി. ഇതേ തുടർന്നാണ് കുടുംബം കഴിഞ്ഞ 2.5 മാസക്കാലമായി ഇരുട്ടിൽ കഴിയുന്നത്. മീറ്റർ ബോക്സ് വെച്ച് ഇവിടെ നിന്ന് ലൈനൊക്കെ എടുത്ത് ഒരു 32 രൂപ. പിള്ളേർക്ക് ഓണത്തിൽ പോലും തുണി എടുത്തില്ല. പിള്ളേർക്ക് തുണി എടുക്കാതെ നമ്മൾ ഈ മീറ്റർ ബോക്സ് വയ്ക്കാൻ പറഞ്ഞു. മാരിയപ്പനെ എല്ലാം കൂടെ എസ്റ്റിമേറ്റ് എടുത്ത് എല്ലാം കൂടെ ചെയ്തു. അപ്പോൾ നമ്മൾ 2 പോസ്റ്റ് കുളിച്ചിട്ടാൽ കറണ്ട് വരും. അന്ന് എഞ്ചിനീയറും ഇലക്ട്രിക് ബോർഡിലെ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഇത് പോയി നമ്മൾക്ക് അപ്പോൾ 2 പോസ്റ്റ് ഊണാനുള്ള പെർമിഷൻ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആശി തോമസ് മറ്റേ സെക്രട്ടറി, ക്ലബ് സെക്രട്ടറി പറഞ്ഞു, ശരി ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞു. ഞങ്ങൾ എടുക്കാനുള്ള സാർ വന്ന് അളവെടുത്ത് എല്ലാം കാണുമ്പോൾ ഇവിടെ എടുക്കാൻ പറ്റില്ല, കൊട്ടേഷൻ കൊടുക്കത്തില്ല, ക്ലബിന് കൊടുക്കും എന്ന് പറഞ്ഞ് ഇലക്ട്രിക് ബോർഡിൽ വിളിച്ച് പറഞ്ഞു. അവിടെ വന്ന് ഏതോ ഡോക്യുമെൻറ്റ്സ് മേടിച്ചു. വണ്ടിപ്പെരിയാർ പ്രസ് സെക്രട്ടറി ആയിട്ട് പുള്ളി എടുത്തു കൊടുത്തു. എല്ലാം സമ്മതിപ്പത്രം ഓക്കെ ആയപ്പോൾ പുള്ളി സെറ്റ് കൊടുത്ത് എടുക്കാൻ പറ്റിയാലെന്ന് പറഞ്ഞു. അത് സ്റ്റേ ചെയ്ത് വെച്ചു. കുട്ടികളുടെ വസ്ത്രം അലക്കുന്നതിനോ ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിനോ കുളിക്കുന്നതിനാവശ്യമായ വെള്ളത്തിന് പോലും ദൂരെ നിന്നും ചുമന്നു കൊണ്ടുവരേണ്ട സ്ഥിതിയാണ് ഉള്ളത്. അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം എന്നാണ് വിദ്യാർത്ഥികളുടെ പിതാവ്, ഓട്ടോറിക്ഷ തൊഴിലാളി കൂടിയായ മോഹൻ പറയുന്നത്. പഠിക്കുന്നത് 2 പിള്ളേർക്കും കറണ്ട് ഇല്ലാതെ 2 മാസമായിട്ട് വെള്ളത്തിനും എല്ലാത്തിനും ഭക്ഷണത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് നടക്കുന്നത്. ഈ 2 പിള്ളേരെ വളക്കാനുള്ള കറണ്ടും വെള്ളവും എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് തന്നു ഗവൺമെൻറ് ഞങ്ങൾ കളക്ടർ എങ്ങനെയും സഹായിക്കണം. കറണ്ട് തരത്തില്ലെന്ന് പറഞ്ഞ് ഓഫീസുകാർ ഭയങ്കര തടസ്സം പണിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ നിലവിൽ തൊഴിലാളികൾക്ക് ശമ്പളം പോലും നൽകാതെ 100 കണക്കിന് തൊഴിലാളികളെ ദുരിതത്തിൽ ആക്കിയിരിക്കുന്ന പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് തന്നെയാണ് ഈ കുടുംബത്തിനും വെളിച്ചം നൽകാത്തതിന്റെ പിന്നിലും. ഇടുക്കി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികൃതർക്ക് പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കുടുംബം. അടിയന്തരമായി തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് വെളിച്ചത്തിൽ ഇരുന്ന് കുട്ടികൾക്ക് പഠനം നടത്താനുള്ള സൗകര്യം ഒരുക്കണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.